ഹലോ എവരിബഡി, ഹൃദയം നിറഞ്ഞ ഒരു നവവത്സര പുതുവർഷ ആശംസകൾ എല്ലാവർക്കും. ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. ഞാൻ രേഖ. രാജം പ്ലാൻസിൻ്റെ ഇന്നത്തെ ഈ വീഡിയോ കോമ്പോസിൻ്റെയാണ്. പലതരം പ്ലാൻസിൻ്റെ കോമ്പോസ് ഉണ്ട്, പിന്നെ വിന്നേഴ്സിനെയും അനൗൺസ് ചെയ്യുന്നുണ്ട്. ആദ്യത്തെ കോംബോ ഈ രണ്ട് പ്ലാൻസാണ്, ജയ്പോങ് റെഡും സൂപ്പർ വൈറ്റും. മീഡിയം സൈസ് ഉള്ള ഈ സ്ക്വയർ പൂട്ടിൽ വരുന്ന പ്ലാന്റുകളാണ്. അപ്പോൾ ആ രണ്ട് പ്ലാന്റിൻ്റെ കൂടെ വിദൂരിയുടെ ഈ പ്ലാന്റും കൂടെ ആഡ് ചെയ്ത 3 പ്ലാന്റ്സിൻ്റെ ഒരു കോംബോയും അവൈലബിളാണ്. എല്ലാം തന്നെ ഒരേ സൈസുള്ള പ്ലാന്റാണ്. വിദൂരിയും പല കളറുകൾ കൊണ്ട് മനോഹരമായൊരു പ്ലാന്റാണ്. അതിൻ്റെ കൂടെ 4ാമത്തെ പ്ലാന്റ് പേൾ ഓഫ് മെലോയുടെ ഈ പ്ലാന്റും കൂടെ ആഡ് ചെയ്ത് 4 പ്ലാന്റ്സിൻ്റെ ഒരു കോംബോയുണ്ട്. ഈ വിദൂരി, ഈ സെയിം വിദൂരിയാണ് ഇതിന് മുമ്പിട്ട വീഡിയോയിൽ, ന്യൂ ഇയറിൻ്റെ ഫ്രീ പ്ലാന്റ് വീഡിയോയിൽ കിട്ടാൻ പോകുന്നത്. സെയിം സൈസ് വിദൂരിയാണ്. അടുത്തത് ഈ പ്ലാന്റാണ്, ജയ്പോങ് റെഡ് നാരോ. ഈ പ്ലാന്റും കൂടെ ആഡ് ചെയ്തിട്ടും കോംബോ അവൈലബിളാണ്. ജയ്പോങ് റെഡിൻ്റെ കൂട്ട് തന്നെ റെഡ് കളറൊക്കെ വന്ന പ്ലാന്റാണ്. പക്ഷേ ഇലയുടെ സൈസ് കുറച്ച് നാരോയാണ്, നീളം കൂടിയ ഇലയാണ്, മറ്റേതുപോലെ റൗണ്ടല്ല. ഈ മുൻപ് കാണിച്ച കോംബോയുടെ കൂടെ റെഡ് വൈൻ്റെ ഈ പ്ലാന്റും കൂടെ ആഡ് ചെയ്യുമ്പോൾ വരുന്ന പ്രൈസാണ് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്നത്. കളറൊക്കെ കയറി വന്ന പ്ലാന്റ് തന്നെയാണ്. എല്ലാത്തിൻ്റെയും സൈസ് ഓൾമോസ്റ്റ്, പ്ലാന്റ്സ് എല്ലാം തന്നെ പല സൈസുണ്ട്. ചിലത് മിനിയേച്ചറാണ്, ചിലത് വലിയ സൈസാകുന്ന പ്ലാന്റ്സാണ്. റെഡ് വൈനൊക്കെ കുറച്ച് പ്രായമായ പ്ലാന്റാണ്, പക്ഷേ ഇപ്പോഴും സൈസ് അതാണ്. അടുത്തത് ഈ കാണുന്ന പ്ലാന്റാണ്, ഓറഞ്ച് ജയ്പോങ് റെഡ് എന്ന ഐഡിയിൽ വന്നതാണ്. പക്ഷേ ഓറഞ്ച് കളറല്ല, പുതിയ ഇല വന്നതിൻ്റെ മുഴുവനും നല്ല റോസ് കളറാണ്. നല്ല ഭംഗിയുള്ള റോസ് കളറാണ് ഈ പ്ലാന്റിന് വരിക. കളർ ഫുള്ള് മാറിയിട്ടുണ്ട്. ഓറഞ്ച് അല്ല, ഇനിയും ഈ കളർ മാറി ഓറഞ്ച് കളർ ആകുമോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ളൊരു റോസ് കളറാണ്. ഇത് തീരെ ചെറിയ പ്ലാന്റാണ്. ഇപ്പോൾ ആയിരുന്നു ഞാൻ വാങ്ങിയപ്പോൾ, ഇപ്പോൾ ഇത്രയും വലുതായതാണ്. അപ്പോൾ ഇത്രയും പ്ലാന്റിൻ്റെ 7 പ്ലാന്റിൻ്റെ ഒരു കോംബോയാണ് ഇതും ഇപ്പോൾ അവൈലബിളാണ്. നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റാണ് ഈ ഓറഞ്ച് ജയ്പോങ് റെഡ് എന്ന ഐഡിയിൽ വന്നത്. പക്ഷേ റോസ് കളറാണ്, നല്ല ഭംഗിയുള്ളൊരു റോസ് കളറാണ്. ഇനി ഈ റോസ് കളർ മാറി ഓറഞ്ച് ആകുമോ എന്ന് എനിക്കറിയത്തില്ല. ഇപ്പോഴും ഓൾമോസ്റ്റ് എബോവ് സീഡ്ലിംഗ് സൈസിലിരിക്കുന്നതേ ഉള്ളൂ പ്ലാന്റ്. ഇതിലേതെങ്കിലും പ്ലാൻസ് വേണമെങ്കിൽ വാട്സാപ്പ് നമ്പറിലേക്ക്, ആദ്യം കൊടുത്തിരുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക. ഈ പ്ലാൻസ് എല്ലാം തന്നെ സിംഗിളായിട്ടും അവൈലബിളാണ്. അടുത്ത കോംബോ വരുന്നത് ഈ 3 പ്ലാൻസിൻ്റെയാണ്. ഇതും എപ്പോഴും നല്ല ഡിമാൻഡുള്ള ലെഗസിയുടെ 3 പ്ലാന്റുകളാണ്. ആദ്യത്തേത് ബ്ലാക്ക് ലെഗസി എന്ന് പറയുന്ന, ഗ്രീൻ ലെഗസി എന്നും പറയുന്നുണ്ട് ചിലർ. ഇത് വൈറ്റ് ലെഗസി, പിന്നെ പിങ്ക് ലെഗസി. ഈ 3 ലെഗസി പ്ലാന്റ്സിൻ്റെ ഒരു കോംബോയാണ്. 3ഉം ഓൾമോസ്റ്റ് ഒരേ സൈസ് എത്തിയതാണ്. ടോപ്പ് കട്ട് ചെയ്ത് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന പ്ലാന്റ്സ് ഞാൻ വാങ്ങിയതാണ്. ഈ പല വീഡിയോയിൽ ഞാൻ പറയാറുണ്ട്, അവയുടെ വേരുകൾക്ക് കുറച്ച് വ്യത്യാസം കാണും, മറ്റുള്ളതിൻ്റെ അത്രയും വേരുപടലങ്ങളായിട്ടുണ്ടാവത്തില്ല. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ഇങ്ങനെ പറയുന്നത്. ഈ പ്ലാന്റ്സ് എല്ലാം തന്നെ സിംഗിളായിട്ടും അവൈലബിളാണ്. അപ്പോൾ പ്രൈസിന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വരും. ഇത് പല പ്ലാന്റ്സ് ഒന്നിച്ച് വെക്കുമ്പോൾ പ്രൈസ് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുന്നതാണ്. സൈസ് കാണാൻ വേണ്ടിയാണ്. ഈ പെന്നിൻ്റെ സൈസൊക്കെ പറയുമ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ. അല്ലെങ്കിൽ പിന്നെ വീഡിയോ കണ്ടിട്ട് പ്ലാന്റ്സ് എത്തിക്കഴിയുമ്പോൾ എന്ന് വെച്ചാൽ ഈ കാണിക്കുന്ന പ്ലാന്റ്സൊക്കെ തന്നെയാണ് ഞാൻ അയക്കാറുള്ളത്. അപ്പം എത്തുമ്പോൾ പിന്നെ സൈസ് ചെറുതായി എന്നൊക്കെ ചിലപ്പോൾ പറയാറുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. DTDCയും സ്പീഡ് പോസ്റ്റും ത്രൂ ആണ് പ്ലാൻസ് എല്ലാം അയക്കുക. GPay ആണ് പേയ്മെൻറ്റ് മോഡ് വരിക. സാധാരണ സൂപ്പർ വൈറ്റ് ജയ്പോങ് റെഡൊക്കെ കളക്ട് ചെയ്ത് കഴിയുമ്പം നമുക്കൊക്കെ കളക്ട് ചെയ്യാൻ ആഗ്രഹം തോന്നുന്ന 2 പ്ലാൻസാണ് അടുത്തത്. ഇന്ത്യാന കിങ് ആൻഡ് ഇന്ത്യാന ക്യൂൻ, ഇതിൻ്റെ കോംബോയാണ് അടുത്തതായിട്ടുള്ളത്. ഇതിലേത് പ്ലാൻസ് വേണമെങ്കിലും സ്ക്രീൻഷോട്ട് എടുത്ത വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക. സ്ക്രീൻഷോട്ട് എടുത്തോ മെസ്സേജ് അയച്ചാലും മതി. ദയവായി കോൾ അവോയ്ഡ് ചെയ്യുക. എന്താണെന്ന് വെച്ചാൽ നമുക്ക് എല്ലാ ടൈമും കോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ഈ വീഡിയോയുടെ എൻഡിൽ ക്രിസ്മസിന് കമൻറ്റിൽ നിന്ന് സെലക്ട് ചെയ്ത ഒരാളുടെ പേര് അനൗൺസ് ചെയ്യുന്നതാണ്. ന്യൂ ഇയറിൻ്റെ വീഡിയോയ്ക്ക് ഉള്ള ഫ്രീ പ്ലാന്റ്, ന്യൂ ഇയറുടെ ഫ്രീ പ്ലാന്റ് പറഞ്ഞിരുന്നത് സ്റ്റാറ്റസ് വെക്കുന്നതിൽ നിന്നും കൂടുതൽ ലൈക്ക് കിട്ടിയ ഒരാളെ സെലക്ട് ചെയ്യുമെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ വളരെയധികം ആൾക്കാർ അതിനും കമൻ്റ് ഇട്ടിട്ടുണ്ട്.
അതുകൊണ്ട് അതിൽ കമൻ്റ് ഇട്ടവരിൽ നിന്നും ഒരാൾക്കും ഫ്രീ പ്ലാന്റ് ഉണ്ട്. അങ്ങനെ 3 ഫ്രീ പ്ലാന്റാണ് ഈ വീഡിയോയുടെ എൻഡിൽ അനൗൺസ് ചെയ്യുക. അടുത്തത് ഈ CC പ്ലാന്റിൻ്റെ കോംബോയാണ്. ഡ്വാർഫും ബ്ലാക്കും CC പ്ലാന്റിൻ്റെയാണ്. ആ കിഴങ്ങിൽ നിന്ന് ചിലപ്പോൾ 2 തണ്ട് വന്നിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ ആ 2 തണ്ട് വരാൻ സാധ്യതയുണ്ട്. ചില പോട്ടുകളിലൊക്കെ 1 തണ്ട് മാത്രമേ ഉണ്ടാവൂ. അപ്പോൾ അങ്ങനെയാവും കിട്ടുക. ഇതാണ് ഡ്വാർഫിൻ്റെ മീഡിയം സൈസ് പ്ലാന്റ് വരിക. ഇതിലും വലുതാവും. അപ്പോൾ നല്ല ഭംഗിയുള്ള സിറ്റ് ഔട്ടിലൊക്കെ വെക്കാൻ പറ്റിയ നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റാണ്. അടുത്തത് ഈ കാണുന്ന 2 പ്ലാന്റിൻ്റെ കോംബോയാണ്. പിങ്ക് ക്രിപ്റ്റാൻഡസിൻ്റെയും എയർ പ്ലാന്റിൻ്റെ ഈസിയായി നമുക്ക് വളർത്താൻ, പ്രത്യേകിച്ച് പോട്ടൊന്നും വേണ്ട, ഡെക്കറേറ്റ് ചെയ്യാനൊക്കെ നല്ലതാണ്. അടുത്തത് ഈ കാണുന്ന പിഡിലാന്തസിൻ്റെ 2 പ്ലാന്റുകളുടെ കോംബോയാണ്. ബുഷി പൊണ്ടിൻ്റെ പ്രൈസല്ല കൊടുത്തിരിക്കുന്നത്, സിംഗിൾ പ്ലാന്റുകളുടെ പ്രൈസാണ് കൊടുത്തത്. ഗ്രീനിൻ്റെ 1 പ്ലാന്റും വെരിഗേറ്റഡിൻ്റെ 1 പ്ലാന്റും ബുഷി പോട്ടായിട്ടും അവൈലബിൾ ആണ്. പക്ഷേ പ്രൈസിന് മാറ്റം വരും. സിംഗിൾ ഓരോരോ പ്ലാന്റിൻ്റെയാണ് 30 രൂപ കോംബോ പ്രൈസ് കൊടുത്തിരുന്നത്. എല്ലാത്തിനും തന്നെ കൊറിയർ ചാർജ് എക്സ്ട്രാ വരും. അടുത്തത് ഹോയയുടെ ഒരു കോംബോയാണ്. ഹോയ നല്ല വിലയുള്ള ഹോയയുടെ കോംബോയ്ക്ക് മുമ്പ് ഈ ഈ 2 ഫിലോഡെൻഡ്രോൻ്റെ കോംബോയാണ്. നല്ല വലുതായ പ്ലാന്റ്സ്, ലീവ്സൊക്കെ വലുതായി കളറൊക്കെ ആയ പ്ലാന്റുകളാണ്. ഇതിൻ്റെ 2ൻ്റെയും കോംബോയാണ്. സൺറെഡ് ആണെന്ന് തോന്നുന്നു ഒന്ന്. അടുത്ത് ഈ പ്ലാന്റ്സിൻ്റെ പേര് പറഞ്ഞ് വരുമ്പോൾ കുറേ പ്ലാന്റ്സിൻ്റെ പേരൊക്കെ അങ്ങ് മറന്നുപോകും. അതാണ് കുഴപ്പം വരുന്നത്. അടുത്തത് ഈ ഡിഫൻബാച്ചിയുടെ 2 പ്ലാന്റ്സുകളാണ്. ഗ്രീൻ കളറിൽ വൈറ്റ് ലൈൻ ഉള്ളതും പിന്നെ നല്ല വൈറ്റ് കളർ വരുന്ന ഈ രണ്ട് പ്ലാന്റിൻ്റെ കോംബോ പ്രൈസാണ് കൊടുത്തിരുന്നത്. എബോ മീഡിയം സൈസ് വരുന്ന പ്ലാന്റുകളാണ്. അടുത്തത് ഈ 2 കലാത്തിയയുടെ കോംബോയാണ്. 2ഉം മരാന്ത എന്ന് പറഞ്ഞാണ് ഞാൻ വാങ്ങിയത്. പക്ഷേ ഒരെണ്ണം ട്രൈ കളറാണ്. ട്രൈ കളറിൽ ഒരെണ്ണം അധികം കളർ വരാത്തതും ഗ്രീൻ കളർ കൂടുതലുള്ളതും ലീഫിൻ്റെ സൈസ് ചെറുതുമാണ്. അടുത്തത് നല്ല നീളമുള്ള ലീഫും നല്ല ഈ പല കളർ വെള്ളയും പച്ചയും മജന്ത കളറും എല്ലാം കൂടെ വന്ന നല്ല നീളമുള്ള ഇലകളുള്ളതാണ്. ഈ 2ൻ്റെയും സിംഗിൾ ഷൂട്ടിൻ്റെ കോംബോ പ്രൈസാണ് കൊടുത്തത്. ഒന്ന് നല്ല നീളമുള്ള കളർഫുള്ളായ പ്ലാന്റാണ്. മറ്റേതിന് ഇലയ്ക്ക് അത്രയും നീളമില്ല, കളറുകളും കുറവാണ്. അടുത്തത് ഈ നേരത്തെ പറഞ്ഞ ഹോയയുടെ കോംബോയാണ്. ഇതും സിംഗിൾ പ്ലാന്റാണ്. ഹോയയുടെ സിംഗിൾ പ്ലാന്റാണ് കിട്ടുക. കർലി വരുന്ന ഈ ഹോയയുടെ സിംഗിൾ പ്ലാന്റും ഇതും ബുഷിപ്പോട്ട് അവൈലബിളാണ്. അടുത്തത് ഈ ഹോയയുടെ സിംഗിൾ പ്ലാന്റും. ഈ കാണുന്ന പോട്ടിനകത്ത് ഒരു 3-4 പ്ലാന്റ്സ് ഒന്നിച്ച് വെച്ചിരിക്കുകയാണ്. അതിൻ്റെ 2ൻ്റെയും സിംഗിൾ പ്ലാന്റിൻ്റെ കോംബോ പ്രൈസാണ് കൊടുത്തിരിക്കുന്നത്. ഇത്രയുമാണ് ഒരു സിംഗിൾ പ്ലാന്റ് എന്ന് പറയുമ്പോൾ വരിക. ഈ സൈസാണ് സിംഗിൾ പ്ലാന്റിന് വരുന്നത്. 2 ഹോയയുടെയും സിംഗിൾ പ്ലാന്റുകൾ ഓരോന്നാണ് കിട്ടുക. ഫ്ലവർ ഉണ്ടാകുന്നതിനേക്കാളും ഇതിൻ്റെ ഇലകളുടെ ഭംഗിയാണ്, ഈ 2 ഹോയയ്ക്കും ഇലകളുടെ ഭംഗിയാണ് കൂടുതലുള്ളത്. അടുത്തത് പിങ്ക് ഇഷ്ടപ്പെടുന്നവർക്കായിട്ട് 2 പ്ലാന്റ്സിൻ്റെ കോംബോയാണ്. പിങ്ക് കാബേജും പിങ്ക് കപ്പ് കേക്ക് പിങ്ക് ക്യാബേജ്, ഈ 2 പ്ലാന്റ്സിൻ്റെ കോംബോയാണ്. ക്യാബേജിൻ്റെ ഇല കുറച്ചുകൂടി റൗണ്ടായിട്ട് കൂടുതൽ ഡാർക്ക് പിങ്ക് കളർ വരുന്നതാണ്. കപ്പ് കേക്കിൻ്റെ ഇലയ്ക്ക് കുറച്ചുകൂടെ നീളമുണ്ട്, നടുക്ക് മാത്രം പിങ്ക് കളറുള്ളതാണ്. ഇത് വേറെ ഇല പറ്റിയതിൻ്റെയാണ് കളർ കാണുന്നത്. ഡാമേജൊന്നും ആയ പ്ലാന്റ് അല്ല, നല്ല പ്ലാന്റ് തന്നെയാണ്. അടുത്തത് ഓറഞ്ച് സ്റ്റാർ ഡസ്റ്റും. ഈ ഓറഞ്ച് സ്റ്റാർ ഡസ്റ്റിന് ഓറഞ്ച് കളർ തന്നെയാണ് വന്നിരിക്കുന്നത്. ഓറഞ്ച് ജയ്പോങ് റെഡ് പോലെയല്ല. ഓറഞ്ച് സ്റ്റാർ ഡസ്റ്റും ഡോളറിൻ്റെയും സിംഗിൾ പ്ലാന്റിൻ്റെ കോംബോയാണ്. ഈ പ്ലാന്റ്സ് അല്ല, ഇത് ഷൂട്ടുള്ള 2-3 ഷൂട്ടൊക്കെ വന്ന പോട്ടുകളാണ് കാണുന്നത്. അതല്ല, സെപ്പറേറ്റ് സിംഗിൾ ഷൂട്ടിൻ്റെ കോംബോയാണ് ഇതിൻ്റെ 2ൻ്റെയും അവൈലബിൾ ആയിട്ടുള്ളത്.
ഇനി നമുക്ക് വിന്നേഴ്സിനെ നോക്കാം. കമൻ്റ് ഇട്ടും വീഡിയോ ഷെയർ ചെയ്തും സ്റ്റാറ്റസ് വെച്ചും സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ഒന്നുകൂടി ക്രിസ്മസിൻ്റെ വീഡിയോയ്ക്ക് പ്രൈസ് കിട്ടിയ വിന്നറായത് ജയശ്രീ ലാൽ എന്ന ആളാണ്. ജയശ്രീ ലാൽ. അടുത്ത ന്യൂ ഇയറിൻ്റെ വീഡിയോയ്ക്ക് ഫ്രീ പ്ലാന്റ് കിട്ടാൻ പോകുന്ന ആൾക്കാർ അസീന റഹീം റിസ്വാൻ. അടുത്തത് ഫാത്തിമ ഫാത്തി 9852. ഈ 2 പേർക്കാണ് ഫ്രീ പ്ലാന്റ് കിട്ടാൻ പോകുന്നത്. നെക്സ്റ്റ് മൺഡേ ആണ് അയച്ചു തരിക. അതിനു മുമ്പ് വാട്സാപ്പ് നമ്പറിലേക്ക് അഡ്രസ്സ് അയച്ചു തരണം. വിന്നേഴ്സിൻ്റെ പേര് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടായിരിക്കും. അവരൊന്ന് അത് നോക്കണം. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. സീ യു അഗൈൻ.